ഓണമൊക്കെ അല്ലേ വരുന്നേ, നമുക്കൊരു അടിപൊളി കടുമാങ്ങാച്ചാർ ഉണ്ടാക്കി വെച്ചാലോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാനൊരു 17 ദിവസത്തോളം ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങയാണേ. ഇതിലെ വെള്ളമൊക്കെ ഇതുപോലൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഇനി ഈ അരിച്ചെടുത്ത വെള്ളം കളയരുത് കേട്ടോ. ഇതിലാണ് നമ്മളിനി അച്ചാറിടാൻ പോകുന്നത്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ കടുക് ഇട്ട് കൊടുത്ത് ചെറു തീയിലിട്ട് വറുത്ത് ഇതുപോലെ അതൊന്ന് പൊട്ടി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരുപാടൊന്നും പൊടിഞ്ഞു പോവാതെ ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇനി അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി മൂപ്പിച്ച് തീ ഓഫ് ചെയ്ത് ഇതിന് നമ്മൾ അരിച്ചെടുത്ത മാങ്ങയിലെ വെള്ളമില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുത്ത കടുകും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് ഇനി ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കണ്ണിമാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊരു ചില്ല് ഭരണിയിലേക്ക് ഇതുപോലെ കോരിയിട്ട് ലാസ്റ്റ് കുറച്ച് നല്ലെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കടുമാങ്ങ അച്ചാർ റെഡി. അപ്പോൾ എങ്ങനാ ഈ ഓണത്തിന് എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി വെക്കുമല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനെ ഇപ്പം ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.